ഒരാൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന രീതിക്കനുസരിച്ച് 1 രൂപയ്ക്കോ 100 രൂപയ്ക്കോ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവന. 1 रुपए से भी भर सकता है और 100 रुपए से भी नहीं भर सकता। सवाल इस बात का है कि आप खाना क्या चाहते हैं। हम तो चाहते हैं कि देश तरक्की करे, आगे बढ़े और देश को आगे ले जाने के लिए ये चीजें जरूरी है. കോൺഗ്രസ് നേതാവ് റഷീദ് മസൂദും ഡൽഹിയിൽ 5 രൂപയുണ്ടെങ്കിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാർ മാനദണ്ഡം അനുസരിച്ച് ഗ്രാമീണ മേഖലയിൽ ഒരു വ്യക്തിയുടെ പ്രതിദിന വരുമാനം 22.42 രൂപയ്ക്കും നഗരത്തിൽ 28.65 രൂപയ്ക്കും മുകളിലാണെങ്കിൽ അവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായിരിക്കും. ഇതിനെ സാധൂകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ബി.ജെ.പിയും ശിവസേനയും കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. കോൺഗ്രസ് വക്താവ് രാജ് ബബ്ബാറിന്റെ മുംബൈ നഗരത്തിൽ 12 രൂപയുണ്ടെങ്കിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാമെന്ന വാദത്തിനെതിരെ ബി.ജെ.പി നേതാവ് വരുൺ ഗാന്ധി രംഗത്തെത്തി. 12 രൂപയ്ക്ക് ഭക്ഷണം ലഭിക്കുന്ന തനിക്കറിയാവുന്ന ഏക സ്ഥലം പാർലമെന്റ് ക്യാന്റീനാണെന്നാണ് വരുൺ ഗാന്ധി പ്രതികരിച്ചത്. രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും അത് കണക്കാക്കുന്ന രീതി തെറ്റാണെന്ന് എൻ.സി.പി അഭിപ്രായപ്പെട്ടു. പുതിയ കണക്ക് പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ 21.9% കുറഞ്ഞുവെന്നാണ് യു.പി.എ സർക്കാരിന്റെ വാദം. ന്യൂസ് ഡെസ്ക് മീഡിയ 1.